ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷഹനാസ് കുസിൻസ്. എല്ലാവർക്കും ഷഹനാസ് കുസിൻസിൻ്റെ ഹാപ്പി ന്യൂ ഇയർ. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാരമൽ ബ്രെഡ് പുഡിംഗ് ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ട് ഉണ്ടാകുന്ന വളരെ കുറച്ച് ചേരുവകൾ വെച്ചിട്ട് തന്നെ ഈ ഒരു പുഡിംഗ് റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കാരമൽ ബ്രെഡ് പുഡിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. പുഡിംഗ് ഉണ്ടാക്കുന്നതിന് ആദ്യം നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഒരു സോസ് പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്കതൊന്ന് ചൂടാക്കിയെടുക്കാം. പഞ്ചസാര ചെറുതായി മെൽറ്റായി തുടങ്ങുമ്പോൾ നമുക്കത് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാര എല്ലാം നന്നായി മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ബ്രൗൺ കളറായിട്ടുണ്ടെങ്കിൽ പഞ്ചസാരയ്ക്ക് കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനി ചൂടോടുകൂടി തന്നെ പുഡിംഗ് സെറ്റ് ചെയ്യുന്ന ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുഡിംഗ് എളുപ്പത്തിൽ ഇളകി കിട്ടുന്നതിന് വേണ്ടി ബൗളിൽ കുറച്ച് ബട്ടർ ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിങ്ങിനുള്ള ബ്രെഡ് മിക്സ് തയ്യാറാക്കാം. ഞാനിപ്പോൾ 7 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ ബ്രെഡിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അടുത്തതായി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ വനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മധുരത്തിനനുസരിച്ച് 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 2 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ ബട്ടർ, റൂം ടെമ്പറേച്ചറിലുള്ള 1/2 കപ്പ് പാല്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഷുഗർ കാരമൽ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി നമ്മളിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ചൂടായിട്ടുള്ള സ്റ്റീമറിലേക്ക് നമുക്ക് പുഡിംഗ് ബൗൾ വെച്ച് കൊടുക്കാം. ഒരു അലുമിനിയം ഫോയിൽ വെച്ചോ അതല്ലെങ്കിൽ ഏതെങ്കിലും മൂടി വെച്ചോ നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കത്തി വെച്ച് നമുക്കിതുപോലെ കുറച്ച് ഹോൾസ് ആക്കി കൊടുക്കാം. ഇനി സ്റ്റീമർ ഒന്ന് മൂടി വെച്ച ശേഷം 25 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 30 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് ഒന്ന് തുറന്ന് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പുഡിംഗ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് കുക്കായിട്ടുണ്ടോയെന്ന് അറിയാൻ കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം. ഇപ്പോൾ കത്തി നല്ല ക്ലിയർ ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കറക്റ്റ് കുക്കായിട്ടില്ല എന്ന് തോന്നണമെങ്കിൽ 5-10 മിനിറ്റ് കൂടി ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി. ഇനി ഇതിൻ്റെ ചൂടൊന്ന് അറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് 3 മണിക്കൂർ നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കാം. ഈ ഒരു പുഡിംഗ് ചെറിയ ചൂടോട് കൂടിയോ അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 3 മണിക്കൂർ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരു സ്പാച്ചുല വെച്ച് സൈഡൊക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഡിമോൾഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കാരമൽ ബ്രെഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ക്രീമി ടെക്സ്ചറിലുള്ളൊരു പുഡിങ്ങാണിത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.